ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പായസമാണ്. പെരുന്നാളിനൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിലാകുമ്പോൾ കടലപ്പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പൊക്കെ ആണെങ്കിൽ അല്ലാതെ കുക്കറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കുതിരാൻ വെക്കാത്തത് കൊണ്ട് ഇതിലേക്ക് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു 2 കപ്പ് രണ്ടാം പാൽ ചേർത്തിട്ടാണ് ഈ കടലപ്പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ബാക്കി ഒരു 3/4 കപ്പോളം വരുന്ന തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന കടലപ്പരിപ്പിനനുസരിച്ച് വേവിൻ്റെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാനുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നോക്കാം, അത് അത്യാവശ്യം നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ അരിപ്പൊടി വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, ഒരു വെറൈറ്റി വേണം. ഈ ഒരു പായസം ആലപ്പുഴയിലൊക്കെ സ്ഥിരമായിട്ട് പെരുന്നാളിന് തയ്യാറാക്കുന്ന, മസ്റ്റായിട്ട് ഈ ഒരു പായസം പെരുന്നാളിന് തയ്യാറാക്കുന്ന ഒരു പായസം കൂടിയാണ്. അപ്പോൾ ആ ഒരു പായസമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം വേറെ നാടുകളിൽ ഈ പായസം ഇങ്ങനെ റെഡിയാക്കുന്നുണ്ടോ പെരുന്നാളിനെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോ ഇത് ആലപ്പുഴയുടെ മാത്രമാണോ എന്ന് അറിയില്ല. അപ്പോൾ വേറെ നാട്ടിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അവിടെയൊക്കെ ഇതിങ്ങനെ തയ്യാറാക്കുന്നുണ്ടെന്ന്. അപ്പം ഈ രീതിയിലാണോ അതോ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെ, ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതെ, നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെയൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. വേണമെങ്കിൽ ഇതേപോലെ ബോളാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ സുഖം അതനുസരിച്ച് ഷേപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. മാക്സിമം ഒരുപാട് വലുതാക്കി എടുക്കരുത് കേട്ടോ. മാക്സിമം കുറച്ച് ചെറുതാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരുപാട് വലുതാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അതിങ്ങനെ മാവിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത്രയ്ക്കൊരിത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് തൂകി കൊടുത്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കടലപ്പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കടലപ്പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് ഈ സമയത്ത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണല്ലോ നമ്മൾ വേവിച്ചെടുത്തത്, അതുകൊണ്ട് ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കടലപ്പരിപ്പ് ഒരുപാട് വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാലും അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരു നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 യൂസ് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വണ്ണമൊക്കെ ഉള്ളൊരു നേന്ത്രപ്പഴമാണ്. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന നേന്ത്രപ്പഴം ഒരു നല്ലോണം കറുത്ത് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ. അതാകുമ്പോൾ തിളക്കുമ്പോൾ തന്നെ അങ്ങോട്ട് മാവ് പോലെ ഉടഞ്ഞു പോകും, നമുക്ക് കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ടേസ്റ്റായിരിക്കും പായസം, പക്ഷേ അങ്ങനെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പഴം എടുത്തത്. ഇങ്ങനത്തെ പഴമാണ് ശരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചരിച്ചിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിൽ കട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നിങ്ങൾ സൗകര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം നമുക്കിത് ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിന് ശേഷം നമുക്ക് ഇത് വേകാനായിട്ട് കുറച്ചുകൂടി ആവശ്യമുണ്ട് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വരുന്ന തേങ്ങാപ്പാൽ ഉണ്ടാവും. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പായസം സാധാരണ തേങ്ങാപ്പാൽ തന്നെയാണ് തയ്യാറാക്കൽ കേട്ടോ. നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. കടലപ്പരിപ്പ് ആദ്യം തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്തേക്ക് വേവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് 3 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു 3 ഉണ്ട ശർക്കര കറക്റ്റ് പാകമാണ് കേട്ടോ. മധുരം കറക്റ്റ് പാകമാണ്. അപ്പോൾ അതാ നമ്മുടെ നേന്ത്രപ്പഴവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ പിടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് അവിടെ ഇവിടെയായിട്ട് വാരി വിതറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്നായിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കണ്ട. ഈ നമ്മൾ കുറച്ച് പൊടിയിട്ട് റെഡിയാക്കി എടുത്തതല്ലേ, അപ്പോൾ ആ പൊടി കൂടി അതിലേക്ക് വീണ് പോകും. അതുകൊണ്ടാണ് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കിന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള പിടി ഒന്ന് ഉടഞ്ഞു പോകും, അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് സമയം നമുക്കിത് കുക്കാകാനൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് ആയി കിട്ടും. നമ്മൾ അരിപ്പൊടിയൊക്കെ വാട്ടി റെഡിയാക്കിയതുകൊണ്ട് അരിപ്പൊടിയൊക്കെ നമ്മൾ ഉരുട്ടിയെടുത്തത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുറേ സമയം അടുപ്പിലിട്ട് തിളപ്പിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പിടി ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ പായസം നന്നായിട്ട് കുറുകി വരും. അങ്ങനെ കുറുകി വരുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ലൂസിലാണെങ്കിൽ 1-2 സ്പൂണ് അരിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിനി ഇതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 പാൽ കൂടെ ചേർത്തിട്ട് ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ അതേ 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് 1/4 പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഈ ഒരു പായസത്തിലേക്ക് അവസാനം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ വറുത്തത് ഒരല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇടാനും ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി പായസം പെരുന്നാൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.